നമസ്കാരം. നവംബർ മുതൽ സംസ്ഥാനത്ത് ഡിജിറ്റൽ ലൈസൻസ് ഉപയോഗിക്കണമെന്നതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിയമം. ഈ ഡിജിറ്റൽ ലൈസൻസ് വേണം ഇനിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കാൻ. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിൽ ഡിജിറ്റൽ പകർപ്പിന് വിലക്കാണ്. ലൈസൻസ് പുതുക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും അപേക്ഷകളിൽ പഴയ കാർഡ് ലൈസൻസിന്റെ പകർപ്പ് തന്നെ ഹാജരാക്കണം. ഡിജി ലോക്കർ, പരിവാഹൻ എന്നിവയിൽ നിന്നുള്ള പകർപ്പുകൾ സ്വീകരിക്കില്ല. ലൈസൻസ് അച്ചടി നിർത്തിയതിന് പിന്നാലെ ഈ ആപ്പുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം ഓഫീസുകളിൽ അക്കാര്യം നടപ്പാക്കിയിട്ടുമില്ല. സംസ്ഥാനത്ത് ലൈസൻസ് അച്ചടി നിർത്തിയതിനു ശേഷം ഡിജിറ്റൽ പകർപ്പുകൾ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് വകുപ്പ്. എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് ആക്ഷേപമുണ്ട്. 2018 ഡിജി ലോക്കർ സംവിധാനം നിലവിൽ വന്നപ്പോൾ ഈ രേഖകൾക്ക് സാധുത നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഡിജിറ്റൽ പകർപ്പ് അംഗീകരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും പോലീസ് മേധാവിയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഡിജിറ്റൽ രേഖകൾ അടിസ്ഥാനമാക്കിയ വാഹന പരിശോധന സംബന്ധിച്ച് കഴിഞ്ഞ 14-ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിവരങ്ങളിലും ഡിജിറ്റൽ രേഖകൾക്ക് 2018 മുതൽ മുൻകാല പ്രാബല്യമുണ്ടെന്ന് പരാമർശമുണ്ട്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 139 പ്രകാരം ഡിജിറ്റൽ രേഖകൾക്ക് സാധ്യതയുണ്ട്. രേഖകൾ ഓൺലൈനിൽ ലഭ്യമായതോടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന്റെ പ്രസക്തി നഷ്ടമായെങ്കിലും സർക്കാരിന് സാമ്പത്തിക നേട്ടമുള്ള ഇടപാട് നിർത്താൻ വകുപ്പ് തയ്യാറായിട്ടില്ല. ലൈസൻസ് പകർപ്പിന് സർവീസ് ചാർജ് ഉൾപ്പെടെ 1205 രൂപയാണ് ഫീസ്. ഡിജി ലോക്കറിൽ ഇത് സൗജന്യമായി കിട്ടും. പക്ഷേ ലൈസൻസ് പുതുക്കണമെങ്കിൽ പഴയ കാർഡ് ലൈസൻസിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടി വരും. അസൽ ലൈസൻസ് കൈവശമില്ലാത്തവർ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും.